Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്നേ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ എക്സാംസിലൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ് കേട്ടോ. ആക്ച്വലി നമ്മളിത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ കൂടെ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. സോ നിങ്ങൾക്ക് പാസ് ആവണം അല്ലെങ്കിൽ ഡബിൾ പാസ് എബവ് മാർക്കൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് എന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് The New Economic Policy 1991 LPG stands for. അതായത് ന്യൂ എക്കണോമിക് പോളിസി 1991 പ്രകാരം LPG എന്ന വാക്കിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദാറ്റ് മീൻസ് എക്സ്പാൻഡ് ഓഫ് LPG ആണ്. ഓക്കെ, അപ്പോൾ LPG എന്ന് വെച്ചാൽ എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആണ്. Then deciding in advance what to do and how to do it is dash. ഓപ്ഷൻ എ ഡയറക്റ്റിംഗ്, ഓപ്ഷൻ ബി ഓർഗനൈസിങ്, ഓപ്ഷൻ സി പ്ലാനിങ്, ഓപ്ഷൻ ഡി കൺട്രോളിങ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതെന്താണ്? പ്ലാനിങ് ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. Then name any 2 types of formal communication network. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ ഏതെങ്കിലും 2 ടൈപ്പിൻ്റെ നെയിം എഴുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സിംഗിൾ ചെയിന്, വീല്, സർക്കുലർ, ഫ്രീ ഫ്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇത് നമ്മൾ ഫോർമൽ മാത്രമല്ല ഇൻഫോർമലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നെയിം എനി 2 types ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഏതൊക്കെയാണ്? സിംഗിൾ സ്റ്റാൻഡ് നെറ്റ്വർക്ക്, ഗോസിപ്പ് നെറ്റ്വർക്ക്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. Meaning of business environment. The term business environment means the sum total of all individuals, institution and other factors and forces which are outside the control of business but that may affect its performance. അല്ലേ? അപ്പോൾ ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും സം ടോട്ടൽ, അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും സം ടോട്ടൽ, അല്ലെങ്കിൽ എല്ലാ ഫോഴ്സസിൻ്റെയും ഫാക്ടേഴ്സിൻ്റെയും സം ടോട്ടലാണ്. ഇത് മെയിൻലി നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാട്ടോ. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല, ഔട്ട്സൈഡിൽ നിന്നുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെയാണ് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയാം. ദെൻ ലിസ്റ്റ് എനി 4 dimensions ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റ്. ഏതെങ്കിലും ബിസിനസ് എൻവിറോൺമെൻറ്റിൻ്റെ 4 dimensions ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോർമലി അറിയാമല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഫ്ലോ ചാർട്ട് അല്ല, ഡയഗ്രാം ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? എക്കണോമിക് എൻവിറോൺമെൻറ്റ്, സോഷ്യൽ എൻവിറോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ്, ലീഗൽ എൻവിറോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്. ഓക്കെ. Then briefly explain any 4 tests used by organization for selection process. നമ്മൾ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും സെലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അല്ലെ ടെസ്റ്റ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും 4 ഡിഫൈൻ ചെയ്യൂ, അല്ലെങ്കിൽ 4 ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഫൈൻ കൂടെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ടു മെഷർ ദി ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ് അല്ലേ. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ഉള്ളത്. സെക്കൻഡ് വൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടു മെഷർ ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കില്ല്. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ പൊട്ടൻഷ്യൽ, കഴിവുകൾ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ കഴിവുകളെ ലേൺ ചെയ്യാൻ, പഠിക്കാനായിട്ട് പറ്റുക എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉള്ളത്. തേർഡ് വൺ ഇൻട്രസ്റ്റ് ടെസ്റ്റേഴ്സ് ടു നോ ദി പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ. നമ്മുടെ പേഴ്സണലി ഉള്ള ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ പേഴ്സണാലിറ്റി ടെസ്റ്റ് ടു ഗീവ് ക്ലൂസ് ടു പേഴ്സൺസ് ഇമോഷൻസ്, റിയാക്ഷൻസ്, മെച്യൂരിറ്റി, വാല്യൂ സിസ്റ്റം എക്സെട്ര. ഇത് നമ്മുടെ പേഴ്സണലിയിലെ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ എങ്ങനെയുള്ളതാണ്, നമ്മുടെ റിയാക്ഷൻസ്, നമ്മൾ എത്ര മെച്യൂർഡാണ്, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെയൊക്കെ ഒരു ക്ലൂ കിട്ടാൻ വേണ്ടി നടത്തുന്നൊരു ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിസ്ക്രൈബ് ദി വേരിയസ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്. ഫസ്റ്റ് വൺ estimating manpower requirements,
The first step in the staffing process is the estimation of manpower requirements. It is concerned with determination of number and type of personnel required in an organization and for a specific future period. അതായത് നമ്മുടെ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് വൺ ആണ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ എത്ര മാൻ പവർ, അതായത് എത്ര എംപ്ലോയീസും കാര്യങ്ങളൊക്കെ വേണമെന്ന് നോക്കുന്ന പോയിന്റാണ് ഇത്. മെയിൻലി ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്, ഏത് ടൈപ്പ് വർക്കാണ്, അതിൽ എത്ര പേരാണ് ആവശ്യം, അതിനനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ. Second one ആണ് recruitment. Recruitment is the process of searching for prospective employees and stimulating them to apply for jobs in the organization. നമുക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സൺസിനെ ഫൈൻഡ് ചെയ്ത് അവരെ കൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് കിട്ടാനായിട്ട് അപ്ലൈ ചെയ്യുന്നൊരു പ്രോസസ്സ്. ഓക്കെ. Then third one, selection. Selection is the process of choosing the right persons for various jobs from among the pool of prospective job candidates. It is a negative process. Selection എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരുപാട് നമ്മളൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് പേഴ്സൺസ് വരും അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ആരെയാണ് ആവശ്യം, അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് എന്ത് പ്രോസസ്സാണ്, ഇതൊരു നെഗറ്റീവ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. Placement refers to the employee occupying the post for which he or she has been selected. Orientation is the process of introducing the selected candidate to other employees and familiarizing him or her with the rules, policies and procedures of the organization. നമുക്ക് നോർമലി അറിയാം അല്ലേ, പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ആവശ്യമുള്ള ആളെ കറക്റ്റ് പ്ലേസിൽ കൊണ്ട് വെക്കുക അല്ലെങ്കിൽ കറക്റ്റ് പ്ലേസിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയാം. ദെൻ ഓറിയന്റേഷൻ ആണ് പ്ലേസ്മെന്റ് ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് തോന്നിയൊരു പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്തു അല്ലേ. ഇനി ഈ അപ്പോയിൻറ്റ് ചെയ്ത പേഴ്സണെ എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ നമ്മുടെ കമ്പനീസിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓറിയന്റേഷൻ എന്ന് പറയാം. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. Training and development are intended to improve competence of employees and motivate them. അതായത് നമ്മൾ ഏതൊരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അവർക്കൊരു ട്രെയിനിങ് മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ് ആവശ്യം, ആ ഒരു ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് എന്താണ്, അവരെ കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടും അല്ലേ. സോ അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Then performance appraisal. Performance appraisal means evaluating the performance of employees as against certain predetermined standards. Okay. പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഓരോ എംപ്ലോയീസിനെയും പെർഫോമൻസ് കൃത്യമായിട്ട് എവാലുവേറ്റ് ചെയ്യുക, കൃത്യമായി വിലയിരുത്തുന്ന പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. സെവൻത് വൺ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ്. Promotion refers to the shifting of an employee from a lower position to higher position with higher status, greater responsibilities, better facilities and better pay. ഓക്കെ. അതായത് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, താഴെ കിടന്നൊരു ആൾക്ക് കുറച്ചും കൂടി ഹയർ പൊസിഷനിലേക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് പ്രൊമോഷൻ എന്ന് പറയാം. നമുക്ക് നോർമലി അറിയാം, നമ്മൾ ഇത്രയും കാലം ഈ ഒരു ക്ലർക്കായിട്ട് വർക്ക് ചെയ്തു, ദെൻ പെട്ടെന്നൊരു മാനേജർ പോസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഇൻകം അങ്ങനെ എല്ലാം തന്നെ കുറച്ചും കൂടി ഇൻക്രീസ് ആവുന്നതാണ് പറയുന്നത്. എയ്ത്ത് വൺ, കോമ്പൻസേഷൻ. Compensation refers to all forms of pay or rewards given to employees for their work. തൊഴിലാളികൾ എത്രത്തോളം ജോലി ചെയ്യുന്നു അതിനനുസരിച്ച് ഒരു റിവാർഡ് അല്ലേ, അവർക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമ്പൻസേഷൻ എന്ന് പറയാം. അവർക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ പൈസയൊക്കെ എന്തിൽ പെടും, കോമ്പൻസേഷനിൽ പെടും. Next question, how many principles of management are given by Henry Fayol in his famous book published in 1917? അല്ലേ, എത്ര പ്രിൻസിപ്പിൾസ് ആണെന്നാണ് ചോദിക്കുന്നത്. 14 പ്രിൻസിപ്പിൾസ് ആണ്. ഇത് കൺഫ്യൂഷൻ വരരുത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ജനറൽ ക്വസ്റ്റൻ ആണ് അല്ലേ. ഹെൻറി ഫയോളിന് എത്ര പ്രിൻസിപ്പിൾസ് ആണ് ആൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം പോലെ. ഓക്കെ, അതെന്താണ്, ടൈലേഴ്സ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ഇത് അങ്ങനെ തന്നെ നിങ്ങൾ നോക്കണം, ബിക്കോസ് ഇത് വരയ്ക്കാനോ അല്ലെങ്കിൽ മേ ബി എന്ത് ചോദിക്കും, ഇത് തന്നിട്ട് ചിലവിടെ ഡാഷ് ഇടും, അപ്പം നിങ്ങൾക്ക് അവിടെ എഴുതാൻ കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ഈ ഒരു ഫ്ലോ ചാർട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ആണ് കമ്പനീസ് ആക്ട്
ഡാഷ് എന്ന് പറഞ്ഞു. കമ്പനീസ് ആക്ട് ഏത് ഇയർ ആണ് നിലവിൽ വന്നിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോർമലി അറിയാം അല്ലേ, 2013 ആണ്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷൻ്റെ ഡെഫിനിഷൻ: coordination as a function of management refers to the process of integrating the activities of different units of an organization to achieve organizational goals. നമ്മുടെ കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഒരു എസൻസ് ആയ ഫംഗ്ഷൻ ആണെന്നാണ് പറയപ്പെടുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് റെഫർ ചെയ്യുന്ന എന്തായിരിക്കും? നമ്മുടെ ഓരോ ആക്ടിവിറ്റീസ് അല്ലേ, ഒരുപാട് യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ കമ്പനി ആണെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ്, ഫിനാൻസ് യൂണിറ്റ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് യൂണിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എല്ലാവരുടെയും ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക. ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ കമ്പനിക്ക് എന്താണോ ആവശ്യം ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോർഡിനേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാണ്? നമുക്ക് നോർമലി അറിയുന്ന ക്വസ്റ്റ്യൻ അല്ലേ, FW ടൈലർ ആണ്. ഓക്കെ, ദെൻ ഡിസ്കസ് ദി 5 മേജർ ഫങ്ഷൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ 5 മേജർ ഫങ്ഷൻസ്. ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് വരുന്നതാണ്, വളരെ ഈസിയാണ്, നമുക്കറിയാം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 5 എണ്ണമാണ് കേട്ടോ, അതൊരിക്കലും മറന്നു പോവാതെ നോക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയാം. മുൻകൂട്ടി നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നു, ദെൻ അതെങ്ങനെ ചെയ്യണം, എത്ര ഇത് വെച്ച് ചെയ്യണം, അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ നോർമലി എല്ലാ പേഴ്സൺസിൻ്റെ അടുത്തും പറയൂലേ, നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണമെന്ന്. സെക്കൻഡ് ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ്. Organizing refers to the identification and grouping of activities to be undertaken in the organization for achieved specified objectives. Organizing എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് ഓർഗനൈസ് ചെയ്യുക അല്ലേ. നമ്മൾ കുറച്ച് പീപ്പിൾസിനെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു, ദെൻ അവർക്കൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അവർക്കൊരു സംഭവം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാം? നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയാം. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ പീപ്പിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ കഴിവിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയാം. അപ്പോൾ എന്തിനായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവുക? നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടാർഗറ്റ് അഥവാ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വല്ല ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ആയിരിക്കും. ഓക്കെ, ദെൻ ഡയറക്റ്റിംഗ്. After planning, organizing and staffing, and managers has to guide and supervise his subordinates. അതായത് പ്ലാനിങ്ങും ഓർഗനൈസിങ് സ്റ്റാഫിങ് കഴിഞ്ഞ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ മാനേജേഴ്സ് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യണം അവരുടെ സ്റ്റാഫിനെ അല്ലേ, അവരുടെ സബോർഡിനേറ്റ്സിനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഏതൊക്കെ ജോലി ആരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം, ഏതൊക്കെ പൊസിഷനിൽ എന്തൊക്കെ നിങ്ങൾ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതായത് ഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിങ് അല്ലേ. Controlling is a process to ensure that the activities of personnel and use of resources are in conformity with the plans. അതായത് കൺട്രോളിങ് പറയുമ്പോൾ നമുക്ക് നോർമലി അറിയാം അല്ലേ, ഇവിടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു, സോ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കൃത്യമായി നടപ്പിലാക്കുക. ഇതിനെയാണ് നമ്മൾ എന്തിലും മീൻ ചെയ്യുന്നത്? കൺട്രോളിങ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് എനി 4 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഏതെങ്കിലും 4 ലിമിറ്റേഷൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്സ്. പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണല്ലേ, കാരണം നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കും, സോ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കും, സോ ഇത് എക്സ്പെൻസീവ് പ്രോസസ്സാണ്. നെക്സ്റ്റ് ആണ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആലോചിച്ചാൽ മതി, നമുക്ക് ഒരുപാട് ടൈം എടുക്കും. നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസൈഡ് ചെയ്ത് എന്തൊക്കെ വേണമെന്നൊക്കെ ആലോചിക്കുമ്പോഴേക്കും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണെന്നാണ് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് ആണ് ഇറ്റ് റെഡ്യൂസസ് ഇനിഷ്യേറ്റീവ് ഓഫ് ദി എംപ്ലോയീസ്. നമ്മുടെ ഒരു കമ്പനിയിൽ പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? മെയിനായിട്ട് അവിടെയുള്ള ഹെഡുകളായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് ഓരോ തൊഴിലാളികളുടെയും എന്താണ് ഒരു ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ അവർ മുന്നോട്ട് വരാനുള്ളൊരു അവസരം അവർക്ക് നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഫോർത്ത് പോയിന്റ് ഇറ്റ് മേ കോസ് ഡിലേ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. ഇത് നമ്മുടെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഒരുപാട് ഡിലേ ഉണ്ടാക്കുന്നു, പെട്ടെന്ന് തീരുമാനം എടുക്കാനായിട്ട് ഇവിടെ പോസിബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് ആണ് പ്ലാനിങ് പുട്സ് മാനേജറൽ ആക്ടിവിറ്റീസ് ഇൻ എ റിജിഡ് ഫ്രെയിം വർക്ക്. അതായത് നമ്മൾക്ക് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു റിജിഡ് ഫ്രെയിം വർക്ക് അല്ല, പെട്ടെന്നൊന്നും നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ROI. ഓക്കെ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പാൻഡ് ഫോം അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ അല്ലേ നമുക്ക് നോർമലി അറിയാം. ROI എന്ന് വെച്ചാൽ എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി എലമെൻറ്റ്സ് ഇൻ മാർക്കറ്റിംഗ് മിക്സ്. ഫസ്റ്റ് വൺ ആണ് പ്രോഡക്റ്റ്. Product means goods or services or anything of value which is offered for sale in the market. മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ വെക്കുന്ന എന്തൊരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസിനെയോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം?
പ്രോഡക്റ്റ് എന്ന് പറയാം. നമുക്ക് നോർമലി നമ്മൾ എന്തിനാണ് ഒരു പ്രൊഡക്റ്റ് മെയ്ഡ് ചെയ്യുന്നത്? നമുക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്രൈസ്. പ്രൈസ് ഈസ് ദി എമൗണ്ട് ഓഫ് മണി കസ്റ്റമേഴ്സ് ഷുഡ് പേ ടു ഒബ്റ്റെയിൻ ദി പ്രോഡക്റ്റ്. നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലേ, വാങ്ങാൻ വരുന്ന ആൾക്കാർ തരുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, പ്ലേസ്. Place of physical distribution consists of activities that make a firm's product available to target കസ്റ്റമേഴ്സ്. അതായത് പ്ലേസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യണം. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഇവിടെ ആൾതാമസം കൂടുതലാണ്, സോ ഇവിടെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സെയിൽ നടക്കും എന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ നമ്മുടെ സാധനം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിസിനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലേസ് എന്ന ഈ ഒരു പോയിന്റിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രമോഷൻ. The task of communicating product message to the people and persuading them to buy the product is termed as promotion. പ്രൊമോഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പീപ്പിൾസ് അല്ലേ നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് വിറ്റ് പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൊമോഷൻ എന്ന് പറയാം. അപ്പോൾ ഈ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തുകയും അതുപോലെ തന്നെ അവർ ഇൻസ്പയർ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഈസ് ഓൾസോ നോൺ ആസ്. ഇതെന്തായാലും നിങ്ങൾക്ക് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇനിയൊരു പേരാണ് ഗ്രേപ്പ് വൺ നെറ്റ്വർക്ക്. ഓക്കെ, നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ അല്ലേ, ചുരുക്കത്തിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. The basic principle of scientific management is the application of scientific methods in solving business problems. ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചില സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം, ഹാർമോണി നോട്ട് ഡിസ്കോർഡ്. There should be complete harmony between the management and the workers. മാനേജ്മെൻറ്റിൻ്റെയും വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഹാർമോണി അല്ലേ, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. There should be complete cooperation between management and workers instead of individualism. അതായത് മാനേജ്മെൻറ്റും വർക്കേഴ്സും സ്വയം കാര്യം നോക്കാതെ നമ്മൾ ഇൻഡിവിജ്വലിസം കാണിക്കരുത് അല്ലേ. ഒരു കമ്പനി പോയിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല, സോ ഞാൻ ഇത് മാത്രം ചെയ്യും, ഇങ്ങനെയൊന്നും പാടില്ല. നമ്മൾ നമ്മുടെ നന്മ മാത്രം ആഗ്രഹിച്ച് നിൽക്കാതെ നമ്മുടെ കമ്പനിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. Okay, then fourth point, development of each and every person to his or her greatest efficiency and prosperity. This principle states that efficiency of all workers is a must for which they have to be provided with maximum prosperity. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ മെയിൻലി പറയുകയാണെങ്കിൽ നമ്മൾ വർക്കേഴ്സ് അല്ലേ, നമ്മൾ ഓരോ തൊഴിലാളികളും മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. എങ്ങനെയാണ് വർക്ക് ചെയ്യണം, നമുക്ക് എത്രത്തോളം കഴിയും, നമുക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ഇടാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ കമ്പനീൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നാണ് ഈ ഒരു പോയിന്റിൽ മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇനി 3 ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 3 ടെക്നിക്സ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടെക്നിക്കാണ് മെത്തേഡ് സ്റ്റഡി അല്ലേ. മെത്തേഡ് സ്റ്റഡി ഈസ് എ ടെക്നിക് ടു നോ ദി വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. ഒരു ജോബ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വഴി ഏതാണോ, ഏറ്റവും നല്ല മെത്തേഡ് ഏതാണോ അത് നോക്കി ചെയ്യുന്നതിനെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി ഇസ് ദി ടെക്നിക് ഓഫ് ഡിറ്റർമൈനിങ് ദി സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ വെൽ ഡിഫൈൻഡ് ജോബ് എലമെൻറ്റ്. നമുക്ക് ജോബ് ചെയ്യാനായിട്ടല്ലേ, നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ടൈം വെക്കുക അല്ലെങ്കിൽ കൃത്യ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനെയാണ് നമ്മൾ ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. നമുക്ക് നോർമലി അറിയാം ഈ ഒരു ജോലി എത്ര സമയം എടുക്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും, ഇങ്ങനെ കൃത്യം ടൈം കീപ്പ് ചെയ്ത് ചെയ്യുന്ന ജോലികൾ. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് ഫാറ്റിഗ് സ്റ്റഡി. Fatigue study is the technique of determining the amount and frequency of rest of intervals required to complete a particular job. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ എത്ര റെസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഇൻ്റർവെൽ ആവശ്യമാണോ എന്നൊക്കെ നോക്കുന്ന സ്റ്റഡിയാണ് ഫാറ്റിഗ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Define organizational structure. Organizational structure is the established pattern of relationship among various parts of the enterprise. It states that relationship among various positions and activities. The structure provides a framework for managers and employees for പെർഫോമിങ് ദി ഫങ്ഷൻസ്. അതായത് ഇതൊരു സ്ട്രക്ചർ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ മാനേജേഴ്സിനും എംപ്ലോയീസിൻ്റെ ഇടയിൽ ഏതൊക്കെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആരൊക്കെ ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാണ് നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഇതൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൂടെ എടുക്കുന്നു കേട്ടോ, ബിറ്റ്വീൻ ആരൊക്കെയാണ് മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ. നെക്സ്റ്റ്, ഡിഫൈൻ സ്പാൻ ഓഫ് മാനേജ്മെന്റ്, സ്പാൻ ഓഫ് കൺട്രോൾ. ഒന്നില്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്നായിരിക്കും. സോ അതെന്താണ്? Span of management refers to the number of subordinates that can be effectively managed by a superior. This gives shape to the organizational structure and determine the levels of management in the structure. Span of management എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ഉണ്ട്, ഇതെങ്ങനെയാണ് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുക, ഒരു സുപ്പീരിയർ എങ്ങനെയാണ് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഇതൊരു ഷേപ്പ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനും അതുപോലെ തന്നെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ, 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണുള്ളത്, ടോപ്പ്, മിഡിൽ, ലോവർ. സോ ടോപ്പ് ലെവൽ ആരൊക്കെയാണ്, മിഡിൽ ലെവൽ ആരാണ്, ലോവർ ലെവൽ ആരൊക്കെയാണെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിനാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയാം. മെയിൻലി പറയണമെങ്കിൽ ഇതൊരു ഷേപ്പ് നമ്മുടെ ഓർഗനൈസേഷന് തരും. ഓക്കെ, ദെൻ ഇലിസ്ട്രേറ്റ് ദി സ്കെയിലാർ ചെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. നമ്മുടെ സ്കെയിലാർ ചെയിൻ ജസ്റ്റ് ഒന്ന് ഇലിസ്ട്രേറ്റ് ചെയ്യൂ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ ഗാങ് പ്ലാൻ തന്നിട്ടുണ്ട് അല്ലേ, സ്കെയിലാർ ചെയിൻ ആൻഡ് ഗാങ് പ്ലാൻ. ഓക്കെ, അപ്പം ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫിഗർ നിങ്ങൾ ജസ്റ്റ് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ചെറിയൊരു ഡെഫിനേഷൻ കൂടെ എഴുതുകയാണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സ്കെയിലാർ ചെയിൻ റിഫേഴ്സ് ടു ദി ചെയിൻ ഓഫ് സുപ്പീരിയർ റേഞ്ചിങ് ഫ്രം ദി അൾട്ടിമേറ്റ് അതോറിറ്റി ടു ദി ലോവസ്റ്റ് റാങ്ക്സ്. അതായത് ഇവിടെ മെയിനായിട്ട് ഇതൊരു ചെയിൻ എന്ന് പറയുന്നുണ്ട് അല്ലേ, സുപ്പീരിയേഴ്സ് അല്ലേ, സുപ്പീരിയേഴ്സ് തൊട്ട്, അതായത് നമ്മളിങ്ങനെ താഴെ റാങ്കിങ് ചെയ്യുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു റാങ്കിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്കെയിലാർ ചെയിൻ എന്ന് പറയാം. ഓരോരുത്തരുടെ റേഞ്ച് എന്താണോ അതിനനുസരിച്ച് ഓരോ റാങ്ക് പൊസിഷൻസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റ്? ബിസിനസ് എൻവിറോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോ സാധ്യതകൾ അല്ലേ, ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നു. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ത്രെറ്റ്സ്. നമുക്ക് ഭീഷണിയോ മറ്റും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. തേർഡ് വൺ, ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ് അല്ലേ, നമുക്ക് തന്ന എല്ലാ റിസോഴ്സിനെയും യൂസ്ഫുൾ ഉള്ളതായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നു. ഫോർത്ത് പോയിന്റ്, കോപ്പിയിങ് ദി റാപ്പിഡ് ചേഞ്ചസ്. പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ചസിനെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ്, ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസിനെ വെച്ച് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ അല്ലേ, മാസ്ലോവിൻ്റെ നീഡ് ഹയറാർക്കി തിയറി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഓർക്കണം. ജസ്റ്റ് ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് അവൈലബിൾ ആണ്, ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് അതിനകത്തുള്ളത് എഴുതിയാൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ തെറ്റിച്ചാൽ പോലും ഈ ഒരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് തരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പഠിക്കാൻ വയ്യാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് അതിനകത്തുള്ളത് എഴുതി വെച്ചാൽ കൂടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ഇൻഡിവിജ്വലി ഓരോന്ന് എക്സ്പ്ലെയിൻ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. ദീസ് ആർ ദി ബേസിക് നീഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് കറസ്പോണ്ട്സ് ടു പ്രൈമറി നീഡ്സ്. അതായത് ഇത് ബേസിക് നീഡ്സ് ആണ്. നമുക്ക് എന്തൊക്കെയാണ് ബേസിക് നീഡായിട്ട് വരുന്നത്? നമുക്ക് നോർമലി അറിയാം, ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, വാട്ടർ. അപ്പം ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സിനെയാണ് നമ്മൾ ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്. These needs stand for security and protection from physical and emotional harm. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി സെക്യൂർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച്, അതായത് മറ്റുള്ളവരെ പോലെ നമ്മൾ കുറച്ച് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഇൻകം വേണം അല്ലേ, നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സേഫായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ് ഓർ സോഷ്യൽ നീഡ്സ്. ഓക്കെ, മാൻ ഈസ് സോഷ്യൽ ഇൻ നേച്ചർ.
Social needs refer to love and affection, friendship, a sense of belonging, acceptance by others, etc. അതായത് ഇവിടെ മെയിനായിട്ട് എന്താ മീൻ ചെയ്യുന്നത്, നമ്മുടെ ലവ്, നമ്മുടെ ഇഷ്ടങ്ങൾ, അതുപോലെ തന്നെ അഫെക്ഷൻ, നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലീസ്, അങ്ങനെയുള്ള എല്ലാ റിലേഷൻഷിപ്പും ഇതിൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു റിലേഷൻഷിപ്പ് വേണം അല്ലേ, ആരെങ്കിലും ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് വേണമെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് ആണ് എസ്റ്റീം നീഡ്സ്. Esteem needs include desire of status, prestige, dignity, self-respect, respect from others, etc. ഇവിടെ മെയിനായിട്ട് ബഹുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊരു റെസ്പെക്റ്റ് വേണം അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു നീഡിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ദിസ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇൻ ദി ഹയറാർക്കി. This refers to the desire to become what one is capable of become. എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അങ്ങനെ മാക്സിമം അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക നമുക്ക് ഇന്ന പൊസിഷനിൽ എത്തണം, നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം, ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം സാക്ഷാത്കരിച്ചിട്ട് അല്ലേ, എല്ലാം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളുടെ ഏതെങ്കിലും 8 പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യൂ അല്ലെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു 14 പ്രിൻസിപ്പിൾസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു 8 പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. Dividing the work into small tasks or jobs and assigning each other of them to competent person according to their ability and qualification is called division of work. Division of work നമുക്ക് നോർമലി അറിയാം അല്ലേ, നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള വർക്ക് അവരുടെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയാം. സെക്കൻഡ് വൺ ആണ് parity between authority and responsibility. Authority is the right to give orders and power to exact obedience. Responsibility, on other hand, means obligation to perform the work in the manner desired and directed by authority. അതോറിറ്റി എന്ന് വെച്ചാൽ നമുക്ക് പവർ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു പവറുള്ള വ്യക്തിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയാം. അപ്പോൾ കൃത്യമായിട്ട് അതോറിറ്റി എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിനെയാണ് ഈ ഒരു പോയിന്റിൽ മീൻ ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ് നോക്കാം, ഡിസിപ്ലിൻ. തേർഡ് പോയിന്റ് അല്ല, തേർഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ മീൻസ് ഒബീഡിയൻസ്, റെസ്പെക്ട് ഓഫ് അതോറിറ്റി ആൻഡ് ഒബ്സർവൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. നമുക്ക് തന്നിട്ടുള്ള റൂൾസ് കൃത്യമായിട്ട് ഡിസിപ്ലിനായിട്ട് പാലിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന ആ ഒരു പ്രിൻസിപ്പളിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു കമ്പനി ആകുമ്പോൾ നമുക്ക് ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ടതല്ല ഡിസിപ്ലിൻ. ആ ഒരു കമ്പനിയിൽ കൃത്യമായിട്ട് എന്തൊക്കെ വർക്ക് ഏതൊക്കെ ദിവസം ചെയ്യണം, എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വെക്കണം, ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, ഫോർത്ത് വൺ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ സുപ്പീരിയർ ദർ ക്യാൻ ബി കോൺട്രക്ടറി ഓർഡേഴ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം നമ്മുടെ സുപ്പീരിയർ ആരാണോ അവർ പറയുന്ന വർക്ക് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബിക്കോസ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പറയുന്നത് കേട്ട് അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിംഗ് ദി സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോരുത്തർക്കും ഓരോ പ്ലാനും കാര്യങ്ങളും ഒന്നും പാടില്ല, എല്ലാവർക്കും കൂടി ഒരു പ്ലാനും ഒരു ഹെഡും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സിക്സ് പ്രിൻസിപ്പിൾ ആണ് subordination of individual interest to general interest. This principle states that interest of an organization should take priority over the interests of any one individual employee. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പേഴ്സണലി പറയണം എനിക്കിതാണ് ചെയ്യാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിനക്കിതാണ് ചെയ്യാൻ, ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിവിഷൻ പാടില്ല. നമുക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ജനറലായിട്ട് പൊതുവെയുള്ള ഒരു താല്പര്യം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഈ ഒരു പ്രിൻസിപ്പളിൽ പറയുന്നത്. സെവൻത് വൺ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയി. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പൽ ദി ഓവറോൾ പേ ആൻഡ് കോമ്പൻസേഷൻ ഷുഡ് ബി ഫെയർ ടു ബോത്ത് എംപ്ലോയീസ് ആൻഡ് ദി ഓർഗനൈസേഷൻ. റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ മാനേജേഴ്സിന് എല്ലാവരും ഈക്വൽ ആയിരിക്കണം, അല്ലാതെ നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷനോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷനോ കൊടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്.
Then eighth one ആണ് centralization and decentralization. The principles state that there should be proper balance between centralization and decentralization in organization, and an organization can never be completely centralized or decentralized. അല്ലേ, നമ്മൾ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് സെൻട്രലൈസ് ചെയ്യുന്ന വെച്ചാൽ എല്ലാ പവേഴ്സും കൂടെ ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയാം. ഡീസെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് സിസ്റ്റവും കംപ്ലീറ്റ്ലി അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കണം കേട്ടോ. എല്ലാ എക്സാംസിനൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ അഗെയിൻ ഓർമ്മപ്പെടുത്താണ്, ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. ഇതുപോലെ തന്നെ പാർട്ട് 2 വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് 2 വീഡിയോ കൂടെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.